ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇക്കാൻ്റെ ബർത്ത്ഡേ ആണ് ഗായ്സ്. ഫെബ്രുവരി 8 ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമുള്ളൊരു ചെറിയ പാർട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെക്കറേഷനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണ്. ബലൂണല്ലേ ഗായ്സ്, പൊട്ടിപ്പോയ എല്ലാം കഴിഞ്ഞില്ലേ, അങ്ങനെ ഞാൻ ഒളിച്ചും പാത്തും ബലൂണെല്ലാം കൊണ്ടുവന്ന് ഇതുപോലെ സെറ്റ് ചെയ്യുകയാണ്. ഇക്കായ ഇഷ്കുട്ടി നല്ല ഉറക്കമാണ്, അതുകൊണ്ട് സൗണ്ടൊന്നും കേൾപ്പിക്കാതെ പയ്യെ കള്ളന്മാരെ കണക്ക് ഞാൻ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ മീഷോന്ന് വാങ്ങിയ സാധനങ്ങളാണ്. ഇതൊരൊറ്റ സെറ്റായിട്ട് വാങ്ങിയതാണ് കേട്ടോ. പർപ്പിൾ കളർ തീമിലാണ് ഞാൻ ഈ പ്രാവശ്യം ബർത്ത്ഡേ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഈ ബാനറൊക്കെ ഇങ്ങനെ തൂക്കി ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് കുറച്ച് മിർച്ചി ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ ഡെക്കറേഷൻ? നിങ്ങൾക്ക് ഇഷ്ടമായോ? തനിയെ രാത്രി നിന്ന് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ല പർപ്പിൾ കളറിൽ നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടില്ലേ ഗൈസ്. ഇനി 12 മണി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ബർത്ത്ഡേ പോയി ഒന്ന് വിളിച്ച് ഉണർത്താം കേട്ടോ. അങ്ങനെ ഇക്കാനിപ്പോൾ മെല്ലെ ഉണർത്തിക്കൊണ്ട് വരികയാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പരിപാടിയാണ്. എങ്ങനെയുണ്ടെന്ന് പറ. ഇന്ന് ബർത്ത്ഡേ ആണെന്ന് ഓർമ്മയുണ്ടായിരുന്നോ? ബർത്ത്ഡേ ആയിരുന്നെന്ന് ഓർമ്മയുണ്ടായിരുന്നോ? ഫെബ്രുവരി 8 ഓർമ്മയുണ്ടായിരുന്നോ? ഇക്കാക്ക് സാധാരണ ബർത്ത്ഡേ എന്നാണെന്നൊന്നും ഓർമ്മ ഉണ്ടാവാറില്ല കേട്ടോ. അങ്ങനെ ഇക്ക ശരിക്കും ഞെട്ടിയായിരുന്നു. ഇക്കാക്ക് ഞാൻ ഗിഫ്റ്റ് വാങ്ങി നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്ക ഗിഫ്റ്റ് കണ്ടപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയേ. ഇക്ക പ്രതീക്ഷിച്ചില്ല ഞാനിങ്ങനെ വാങ്ങി വെക്കുമെന്ന്. ഇക്ക ഭയങ്കര ഹാപ്പിയായി. എനിക്കും അതുപോലെ തന്നെ സന്തോഷമായി കേട്ടോ. ആദ്യമായിട്ടാണ് ഇക്ക ഇങ്ങനെ സ്നേഹപ്രകടനം കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇക്കാക്ക് രണ്ട് ഷർട്ടും ഒരു ഷൂ ആണ് വാങ്ങി വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പർപ്പിൾ കളർ ഷർട്ട് തന്നെ വാങ്ങി കേട്ടോ. മനസ്സിലായി ഈ ബലൂൺ ഈ കളർ എന്താണെന്ന്. ഈ പ്രാവശ്യം പർപ്പിൾ കളർ തീം പിടിക്കാമെന്ന് കരുതിയിട്ട് പർപ്പിൾ കളർ ഷർട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷെ വന്നപ്പോൾ വൈൻ കളർ ഷർട്ട്. പക്ഷെ എനിക്ക് ആ ഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ റിട്ടേൺ അടിച്ചില്ല, വേറൊരു പർപ്പിൾ കളർ ഷർട്ടും കൂടെ ഓർഡർ ചെയ്യുക ചെയ്തത് കേട്ടോ. അപ്പോൾ 2 ഷർട്ടാണ് ഇക്കാക്ക്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഇക്കാൻ്റെ ഷർട്ട്? ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ രാത്രി ഷർട്ടൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. ഇനി പിറ്റേന്ന് രാവിലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. രാവിലെ ഉറക്കം എണീറ്റ് മുതൽ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. രാവിലെ കണ്ണ് ഉറക്കുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് ചൂട് ചായ കിട്ടിയാൽ ഇക്കാക്ക് അതിൽ പല സന്തോഷം വേറെ ഒന്നിലും ഇല്ല കേട്ടോ. അങ്ങനെ ഇക്കാരുടെ കൂടെ ഇഷുക്കുട്ടിയും ചാടി എണീറ്റിട്ടുണ്ട്. ഇന്നലെ ചെയ്ത ഡെക്കറേഷനൊന്നും ഇഷുക്കുട്ടി കണ്ടില്ലല്ലോ. അങ്ങനെ അവളെ കൊണ്ടുവന്ന് അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അവളുടെ ബർത്ത്ഡേ അല്ലെന്നൊരു വിഷമമുണ്ട്. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോയ കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ എന്ത് വേണേക്കാന്ന് ചോദിച്ചപ്പോൾ പതിവ് പോലെ തന്നെ മട്ടൻ ബിരിയാണി. ഞാൻ പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ്, എന്നാലും ഫോർമാറ്റിക്ക് ചോദിക്കാമെന്ന് കരുതി. അങ്ങനെ മട്ടൻ വന്നിട്ട് കുരുമുളക് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പച്ചമുളക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് കുക്ക് ചെയ്യാൻ എൻ്റെ കൂടെ ഇക്കായും കയറിയിട്ടുണ്ട് കേട്ടോ. ഇക്കാൻ്റെ കൂടെ ഇതുപോലെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് കുക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇക്കാൻ്റെ ജോലിഭാരം കൊണ്ട് അതിനൊന്നും സമയം കിട്ടാറില്ല. ഇന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഇന്ന് വലിയ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് എൻ്റെ കൂടെ ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷുക്കുട്ടീൻ്റെ ഇടയിൽ ബലൂണിൽ എന്തൊക്കെയോ വരച്ചിട്ട് ഇക്കാൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കുരുമുളക് ഉപ്പിട്ട് വേവിച്ച മട്ടനില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്ക് നമ്മുടെ മട്ടൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മട്ടൻ വേവിച്ചപ്പോൾ കിട്ടിയ വെള്ളം ഞാൻ അളന്നെടുത്തിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും ഉപ്പും നാരങ്ങയും കൂടെ ചേർത്ത് ചോറ് വേവിക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി കാഷ്നട്ടും കിസ്മിസും എല്ലാം വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് ദം ചെയ്താലോ? അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മസാലയിലേക്ക് 3/4 വേവിച്ച നമ്മൾ റൈസില്ലേ അതിട്ട് കൊടുക്കാം. റൈസ് ഫുൾ ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയിലയും ചേർക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് ഫ്രൈഡ് ഓണിയനാണ്. ഫ്രൈഡ് ഓണിയൻ എത്ര ചേർത്താലും അത്രയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ടൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ കുങ്കുമപ്പൂവില്ലേ അത് പാലിലിട്ട് തിളപ്പിച്ചിട്ട് ആ പാലൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഗൈസ്. നമ്മുടെ ബിരിയാണിക്കുള്ള ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഇത് എന്നെ ചേർക്കും കേട്ടോ. ഇനി വന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ബിരിയാണി എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ദം പൊട്ടിക്കുമ്പോഴുള്ള ഗൈസ്
പൊളിയാണ് പൊളി. ഇനി ഞാൻ കുറച്ച് നെയ്യും കൂടെ ഇട്ട് അടച്ചു വെച്ച് ദമ്മിടാനായിട്ട് വെക്കുകയാണ്. അപ്പം നമ്മുടെ അടിപൊളി മട്ടൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൻ ദം ബിരിയാണി, സാലഡ്, നാരങ്ങ അച്ചാർ, പപ്പടം. അപ്പം നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ കിട്ടൂലേ, നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചാൽ ഇങ്ങനെ പൂ പോലാവുന്ന മട്ടൻ ബിരിയാണിയും പിന്നെ സാലഡും. അപ്പം അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട്, നാരങ്ങ അച്ചാറും നമ്മുടെ സാലഡും. പിന്നെ വന്നിട്ട് ഇക്കാക്ക് ബിരിയാണിയുടെ കൂടെ എന്തുണ്ടെങ്കിൽ പപ്പടം ഇല്ലെങ്കിൽ അത് ഫിനിഷ് ആവില്ല കേട്ടോ. അങ്ങനെ പപ്പടവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയുടെ അടുത്ത ഗിഫ്റ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. മട്ടൻ ബിരിയാണിയാണ്. ഇന്ന് പതിവില്ലാതെ എൻ്റെ കയ്യിലൊരു ഉമ്മയൊക്കെ തന്നു ഗൈസ്. എന്ത് പറ്റിയെന്നറിയില്ല. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് അട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അട ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചവ്വരിയും കൂടെ വേവിച്ചെടുക്കാം. നമ്മുടെ സാബുദാനയില്ലേ, അതാണേ. ഇനി നമ്മുടെ അടപ്രഥമനിൽ ഞാൻ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, കാരമൽ സോസ്. അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീമും ബട്ടറും ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്താൽ നമ്മുടെ കാരമൽ സോസ് റെഡിയാവും കേട്ടോ. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 10-15 ഏലക്കയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ച് മാറ്റിയാൽ നമ്മുടെ അടുത്ത മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ശർക്കരപ്പാനി റെഡിയാക്കണം. അതിനായിട്ട് 1 കിലോ ശർക്കര എടുക്കാം കേട്ടോ. ഇത് ജാഗ്രി പൗഡറാണ്. പിന്നെ കോക്കനട്ട് മിൽക്കിനായിട്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുത്തേക്കുന്നത്. അതും ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ശർക്കരപ്പാനിയിലേക്കും കോക്കനട്ട് മിൽക്ക് പൗഡറിലേക്കൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. തിളച്ച വെള്ളമാണ് ഞാൻ എല്ലാത്തിലും ചേർക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ ഇളക്കിയെടുക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യിട്ട് കൊടുക്കാം. നമ്മൾ പായസം ഏത് പാത്രത്തിലാണ് വെക്കുന്നത് ആ പാത്രത്തിലേക്കാണ്. എന്നിട്ട് നമ്മുടെ എടുത്ത് വെച്ച് തേങ്ങാക്കൊത്തില്ലേ അതെടുത്തിട്ട് മൂപ്പിച്ച് ഇതുപോലെ വറുത്ത് കോരി മാറ്റാം കേട്ടോ. നേരത്തെ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ കേശനട്ടും കിസ്മസൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച അടയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ അടയുടെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ലേ പോകണം, അതുവരെ നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അട ഈ ശർക്കരപ്പാനിയിൽ കുറുകി വരണം ഗൈസ്. ഞാൻ ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ചവ്വരിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആ ചവ്വരിയുടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇനി ഇതേ സമയത്ത് തന്നെ നമ്മളൊരു സാധനം കൂടെ ചേർക്കും. നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇല്ലേ എന്താ കാരമൽ സോസ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ കാരമൽ സോസ് ചേർക്കുമ്പോഴുണ്ടല്ലോ ഗൈസ് നമ്മുടെ ആ പായസം ഉണ്ടല്ലോ വേറൊരു ലെവലാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി 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 ഇതുപോലെ കുറുക്കി എടുക്കണം ആ ശർക്കരപ്പാനിയിൽ. അതിനുശേഷം മാത്രമേ തേങ്ങാപ്പാൽ ഒഴിക്കാവേ. ഞാനിവിടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 3ാം പാലൊന്നും എടുത്തിട്ടില്ല. 2ാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയുടെ മിക്സില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി 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 കുറുക്കി എടുക്കാം ഗൈസ്. ഞാൻ പായസത്തിന് എപ്പോഴും ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും, അപ്പോഴാണ് ആ ഒരു മധുരം ബാലൻസ് ആവുക. എന്നിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട്, കിസ്മിസൊക്കെ ഇല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കാം ഗൈസ്. നമ്മുടെ അടിപൊളി അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടപ്രഥമൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കൊച്ചാക്കച്ചി ഓർമ്മിക്കും കേട്ടോ. കൊച്ചാക്കച്ചി എൻ്റെ അടപ്രഥമൻ്റെ ഫാനാണ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ്ക്ക് ഞാൻ അടപ്രഥമൻ കൊടുക്കുകയാണ് കേട്ടോ. അടപ്രഥമനൊക്കെ കുടിച്ചതിന് ശേഷം വൈകിട്ട് കേക്ക് കട്ടിങ് സെറമണിക്കായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇഷ്കുട്ടി ഇതുപോലെ ഒരു പർപ്പിൾ കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് വാങ്ങിയത്, ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. ഇഷിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ആ കേക്കാണ്, അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിന് തന്നെ വാങ്ങി. ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് 6 വണ്ടേഴ്സ് ആണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വെച്ച് കൊടുത്ത് ഗൈസ്. ഇതാ കണ്ടില്ലേ, ഇതുപോലൊരു കേക്ക് ഇഷ്ടമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. ഫുള്ള് ചോക്ലേറ്റ് കേക്ക് കഴിക്കുന്നത് നോക്ക്. അങ്ങനെ ഇക്കായും എനിക്കും ഒരു പീസ് കൊണ്ടുവയ്ക്കാൻ വന്നിട്ട് എന്നെ പറ്റിച്ചിട്ട് നോക്ക് ഇഷിക്കുട്ടിയുടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ആ പപ്പ മോളും പപ്പയുമാണ് ഒറ്റ ഗ്യാങ്, ഞാൻ ഔട്ടാണ് കേട്ടോ എപ്പോഴും. അങ്ങനെ അതിൽ നിന്നും അവളെടുത്ത കേട്ടോ. അങ്ങനെ ബർത്ത്ഡേ വ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ബൈ.